മരിച്ചാലും മതി, എനിക്കൊരു കുഞ്ഞു വേണം ഡോക്ടറെ. ഒരു 70-കാരിയായ സ്ത്രീ പറഞ്ഞ ഈ വാക്കുകൾ ഒരു സാധാരണ ആഗ്രഹമല്ല, ജീവിതത്തെ ജയിച്ചൊരു പ്രതിജ്ഞയായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്നത് ജീവുബെൻ റബാരിയുടെ അത്ഭുതകരമായ കഥയാണ്. 45 വർഷം നീണ്ട കാത്തിരിപ്പ്, നിരാശ, വേദന, പക, കരച്ചിൽ. എന്നാൽ സ്വപ്നം ഒരിക്കലും മരിച്ചില്ല. ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ താമസിക്കുന്ന ജീവുബെനും ഭർത്താവും മൽധാരിയും വർഷങ്ങളോളം ഒരു കുഞ്ഞിനായി കാത്തിരുന്നു. വർഷം തോറും ലോകം മാറി, മറ്റുള്ളവർ മക്കളെ വളർത്തി. പക്ഷേ ഇവരുടെ വീട്ടിൽ ശൂന്യത മാത്രം. പ്രായം 40 കടന്നപ്പോൾ എല്ലാവരും പറഞ്ഞു, അമ്മേ, ഇനി ശ്രമിച്ചാലും കാര്യമില്ല, ജീവിതം എങ്ങനെയാണ്, സമ്മതിച്ച് ജീവിക്കൂ. പക്ഷേ ജീവുബെന്റെ ഉള്ളിലെ സ്വപ്നം ഒരു ദിവസവും മരിച്ചില്ല. അവസാന ആശയായി ഈ ദമ്പതികൾ ഡോക്ടർ നരേഷ് ഭാൻശാലിയെ സമീപിച്ചു. ഡോക്ടർ പറഞ്ഞത് കഠിനമായി, ഈ പ്രായത്തിൽ ഗർഭം ജീവന് തന്നെ അപകടം, മരണമോ പരിക്കോ സംഭവിക്കാം. ജീവുബെൻ ഒരു മിനിറ്റ് പോലും വൈകാതെ പറഞ്ഞു, എനിക്കൊരു കുഞ്ഞു വേണം ഡോക്ടറെ, കിട്ടിയാൽ ഞാൻ സന്തോഷത്തോടെ മരിക്കും. ആ വാക്കുകൾ ഒരു ഡോക്ടറുടെ ഹൃദയം തകർത്തു. അവരുടെ ഈ ദൃഢനിശ്ചയം കണ്ടപ്പോൾ ഡോക്ടർ IVF ചികിത്സ ശ്രമിക്കാൻ തയ്യാറായി. ദൈവത്തിന്റെ കൃപയും ശാസ്ത്രത്തിന്റെ കരുത്തും ചേർന്ന് ചില മാസങ്ങൾക്ക് ശേഷം അത്ഭുതം സംഭവിച്ചു. ഒരു ആരോഗ്യവനായ ഒരു ആൺകുഞ്ഞ് ജനിച്ചു. ആ 70-കാരിയായ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് പൊഴിഞ്ഞത് വർഷങ്ങളായി അടഞ്ഞിരുന്ന സന്തോഷത്തിന്റെ കണ്ണീർ. അവൾ തന്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ലോകം മുഴുവൻ അവളുടെ ചുറ്റും നിൽക്കുന്ന പോലെ തോന്നി. മരണം പോലും ഭയമില്ലായിരുന്നു, കാരണം ജീവിതത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം അവൾ കണ്ടിരുന്നു. ഈ കഥ നമ്മോട് പറയുന്നത് ഒന്നു മാത്രം, പ്രായവും ലോകത്തിന്റെ വിലയിരുത്തലുകളും സ്വപ്നങ്ങളെ തടയാനാകില്ല. ഹൃദയത്തിൽ നിന്നുള്ള ആഗ്രഹം സത്യസന്ധമെങ്കിൽ ദൈവവും ശാസ്ത്രവും വഴിമാറും. ജീവുബെൻ റബാരിയുടെ 70-ാം വയസ്സിലെ മാതൃത്വം ഒരു അത്ഭുതം മാത്രമല്ല, എത്ര പ്രയാസമുണ്ടായാലും അസാധ്യം സാധ്യമാക്കുന്ന മനുഷ്യ മനസ്സിന്റെ ശക്തിയുടെ തെളിവാണ്. പ്രായം സ്വപ്നങ്ങളെ തടയില്ല. ഹൃദയം സത്യമായി ആഗ്രഹിച്ചാൽ അസാധ്യം പോലും സാധ്യമാകും. ജീവിതത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും മനസ്സ് വിഷമിച്ച് അതിൽ നിന്ന് പിന്മാറുന്നവർക്ക് ഈ കഥ വളരെ ഉപകാരപ്രദമാകും. ലവ് യു ഓൾ, ബി ഹാപ്പി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആത്മവിശ്വാസം വിജയത്തെ കൊണ്ടുവരണമെന്നില്ല, മറിച്ച് ഏത് വെല്ലുവിളികളെയും നേരിടാനുള്ള ശക്തി നമുക്ക് നൽകും.